നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തർക്കത്തിന്റെ തീരാക്കുരുക്ക്. സംസ്ഥാന കോൺഗ്രസിലെ തർക്ക പരിഹാരത്തിന് ത്രിമൂർത്തികളുമായി ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച. പുനഃസംഘടനാ വിഷയത്തിൽ ഏകപക്ഷീയമായ നിലപാട് അനുവദിക്കില്ലെന്ന് സുധീരനെ ഉന്നമിട്ട് ഗ്രൂപ്പുകളുടെ കരുനീക്കം. തോൽവിയുടെ പാപഭാരം ഉമ്മൻചാണ്ടിക്ക് മേൽ ഒറ്റയ്ക്ക് ചുമത്താനാവില്ലെന്ന നിലപാടുമായി A ഗ്രൂപ്പ്. തർക്കത്തിന്റെ തലവേദനയ്ക്ക് ഒറ്റമൂലി കാണാതെ രാഹുൽ. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവരുമായി രാഹുൽ ഗാന്ധിയുടെ സമവായ ചർച്ച പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ സാന്നിധ്യത്തിൽ. സംഘടനാ തലപ്പത്ത് നിന്ന് സുധീരൻ മാറണമെന്ന നിലപാട് A ഗ്രൂപ്പ് കടുപ്പിച്ചാൽ സ്ഥിതി സങ്കീർണമാകും. UDF അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാതെയും ഹൈക്കമാൻഡിനുമേൽ ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദ തന്ത്രം. KPCC നേതൃത്വത്തിൽ നിന്ന് സുധീരനെ മാറ്റാൻ തൽക്കാലം ഒരുക്കമല്ലാത്ത ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ എന്തു ഫോർമുല മുന്നോട്ട് വയ്ക്കുമെന്നത് കൗതുകം. 3 നേതാക്കളും ഒരുമിച്ച് പോകാനുള്ള നിർദ്ദേശം നിലവിലെ സാഹചര്യത്തിൽ ഫലം കാണാനും പ്രയാസം. തോൽവിക്ക് പിന്നിൽ ആര്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഗംഭീര ജയത്തിനിടയിലും പാർട്ടിയെ ഞെട്ടിച്ച തോൽവികളിൽ അന്വേഷണത്തിന് CPM. കോട്ടയം, പൂഞ്ഞാർ, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിലെ പരാജയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ ഇന്ന് നിശ്ചയിക്കും. തിരിച്ചടി നേരിട്ട മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകൾ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച തുടരുന്നു. പാർട്ടി സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന ആവശ്യമനുസരിച്ച് പാലക്കാട്, മഞ്ചേശ്വരം, കോന്നി മണ്ഡലങ്ങളിലെ തോൽവിയിൽ പ്രത്യേക അന്വേഷണം. കോട്ടയം ജില്ലയിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. അവലോകന ചർച്ചകൾ ഇന്ന് സമാപിക്കും. മങ്ങിത്തെളിയുന്ന മുഖം. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ വിശദ പരിശോധന. വട്ടോളിപ്പടി സൂപ്പർ മാർക്കറ്റിന് മുന്നിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ ജിഷയ്ക്കൊപ്പമുള്ളത് കൊലയാളി തന്നെയെന്ന് നിഗമനം. കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ തേടി പോലീസ്. വട്ടോളിപ്പടിയിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന ജിഷയെ പിന്തുടരുന്ന അജ്ഞാതൻ ബസ് യാത്രയിലും ജിഷയെ അനുഗമിച്ചിരിക്കാമെന്ന് പോലീസ്. യാത്രക്കിടെ ഭക്ഷണത്തിനൊപ്പം ലഹരി പാനീയം നൽകിയതും ഇയാളാകാം. കൊല്ലപ്പെടുമ്പോൾ ജിഷയുടെ ശരീരത്തിൽ ലഹരിയുടെ അംശം ഉണ്ടായിരുന്നതായി പരിശോധനകളിൽ വ്യക്തമായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ യുവാവിന്റെ കൈവശം കാണുന്ന ബാഗിൽ കൃത്യം നിർവഹിക്കാൻ കരുതിയ ആയുധങ്ങളാകാമെന്ന് നിഗമനം. കൊലയ്ക്കുപയോഗിച്ച മൂർച്ചയേറിയ ആയുധങ്ങൾ ഇയാൾ തിരികെ കൊണ്ടുപോയിരിക്കാമെന്നും പോലീസ്. ജിഷയുടെ പരിചയക്കാരനാണ് കൊലയാളി എന്ന നിഗമനം ശരിവെക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയ ക്യാമറ ദൃശ്യങ്ങൾ. മോചനത്തിന്റെ തിരക്കഥ. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരിയുടെ മോചനത്തിനായി ശ്രമം തുടരുന്നു. കൊൽക്കത്ത സ്വദേശിനിയായ ജൂഡിത്ത് ഡിസൂസയെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നയതന്ത്ര കാര്യാലയവും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും. കാബൂളിൽ സാമൂഹിക പ്രവർത്തകയായ ജൂഡിത്ത് ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ പിടിയിൽപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി. ജൂഡിത്തിനൊപ്പം സുരക്ഷാ ഭടനെയും ഡ്രൈവറെയും തട്ടിക്കൊണ്ടുപോയത് തീവ്രവാദ ഗ്രൂപ്പുകളെന്ന് നിഗമനം. മഴ കുറയും, കാറ്റ് കനക്കും. 2 ദിവസം കനത്തുപെയ്ത കാലവർഷത്തിന് തൽക്കാലം ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 16 മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി ലഭിച്ചത് ശരാശരിയിലും കൂടിയ അളവിലുള്ള മഴ. അതേസമയം മഴയ്ക്ക് ശക്തി കുറയുമെങ്കിലും തീരമേഖലകളിൽ ഇന്ന് അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം. തീരപ്രദേശങ്ങളിലുള്ളവർക്കും മീൻപിടുത്തക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.